ഒരിക്കൽ നിന്നെയൊക്കെ തിരിച്ചു കൊത്തും, നീയൊക്കെ സൂക്ഷിച്ചിരുന്നോ, പറയുന്നത് ഭാരതമാണ്. മുന്നറിയിപ്പ് നൽകുന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ UN-ൽ. എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? ഇന്ത്യയുടെ നിലപാട് ശക്തമായ രീതിയിൽ തന്നെയാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിലെ ജയശങ്കർ അവതരിപ്പിച്ചത്. ജയശങ്കറിന് മുമ്പ് അത് പെറ്റലും അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത്, നമ്മൾ സമാധാനപൂർണ്ണമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുകയും എല്ലായിടത്തും സമാധാനത്തിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകുകയും ചെയ്യും. നമ്മളുടെ പട്ടാളക്കാർ അതിർത്തികൾ സമാധാനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ പട്ടാളക്കാർ സമുദ്രങ്ങളിൽ സമാധാനം സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു. എന്താണ്, ഈ കടൽ കൊള്ളക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന് മറ്റ് രാഷ്ട്രങ്ങളുടെ കപ്പലുകളെയും ജീവനക്കാരെയും വരെ രക്ഷിക്കുന്നത് ഇന്ത്യയാണ് എന്ന സൂചന വ്യക്തമായിട്ട് അദ്ദേഹം നൽകിയിരുന്നു. അതുപോലെ ഞങ്ങളുടെ അധ്യാപകർ, ഞങ്ങളുടെ ഡോക്ടർമാർ, അങ്ങനെ ഞങ്ങളുടെ എല്ലാവിധമായ ഹ്യൂമൻ റിസോഴ്സസും ഈ ലോകത്തിൻ്റെ മുന്നിൽ സമാധാനത്തിനും അതേപോലെ സക്രിയമായിട്ടുള്ള പ്രവൃത്തികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. എന്നാൽ പാകിസ്ഥാൻ ഇതിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സമീപനമെടുക്കുകയും നിഷേധാത്മകവും അതേപോലെ തന്നെ വളരെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള സ്വഭാവമാണ് പാകിസ്ഥാൻ്റെ. പാകിസ്ഥാൻ തീവ്രവാദികളുടെ ഈറ്റില്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം ശക്തമായിട്ട് അവിടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു പഹൽഗാമിൽ ആക്രമണം നടത്താനായിട്ട് അവർ പരിശീലിപ്പിക്കപ്പെട്ടിരിക്കുന്ന തെമ്മാടികൾ അല്ലെങ്കിൽ തീവ്രവാദികൾ എത്തിച്ചേർന്നത് എന്നത് UN സഭയിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ചെയ്തത്. എന്നുവെച്ചാൽ ഇന്ത്യയുടെ വളരെ ശക്തമായിട്ടുള്ള നിലപാട് കൃത്യമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മളുടെ പൊസിഷൻ ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പാകിസ്ഥാന് വേണ്ടിയൊക്കെ പലരും സംസാരിക്കാൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇത്ര രൂക്ഷമായിട്ട് ഇന്ത്യക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടി വന്നത്. പ്രത്യേകിച്ച് തുർക്കിയുടെ എന്താണ് പ്രസിഡന്റ് അവിടെ അതെ, അദ്ദേഹം സംസാരിച്ചത് അങ്ങനെയാണ്, നമുക്കെതിരായിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്കെതിരെ സംസാരിക്കാൻ പലയിടങ്ങളിൽ നിന്നും പല ആളുകളും എഴുന്നേൽക്കുമ്പോഴാണ് നമുക്ക് വളരെ രൂക്ഷമായിട്ട് നമ്മളുടെ പ്രശ്നം അവരുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ UN സഭയിൽ ഇന്ത്യയുടെ പൊസിഷൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അത് പാകിസ്ഥാനെതിരായിട്ടുള്ളതാണ്, ഒപ്പം തീവ്രവാദത്തിനെതിരായിട്ടുള്ള നിലപാട് കൂടിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് ഭീകരവാദിയുടെയും ഉറവിടമായ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ലോക രാജ്യങ്ങൾക്ക് ഭാരതത്തിന്റെ താക്കീത്. ഒരിക്കൽ തിരിഞ്ഞു കടിക്കും, അപ്പോഴേ നിങ്ങൾ അറിയൂ. ഇതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ലോകത്തിന് നൽകിയ താക്കീത്. പാകിസ്ഥാനെ പൂർണ്ണമായും ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്ന പ്രസംഗത്തിൽ ഭാരതത്തിന്റെ രാജ്യതന്ത്രവും നയവും നിലപാടുകളും ജയശങ്കർ പ്രഖ്യാപിച്ചു. ലോകമെമ്പാടുമുള്ള പ്രധാന ഭീകരാക്രമണങ്ങൾ പതിറ്റാണ്ടുകളായി പാകിസ്ഥാനിൽ നിന്നാണ് നടക്കുന്നത്. പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനെ ചില രാജ്യങ്ങൾ അനുകൂലിക്കുന്നുണ്ട്. ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളോട് സഹകരിക്കുന്നവർ അത് അവരെ തിരിഞ്ഞുകൊത്തുമെന്ന് ഒരിക്കൽ കണ്ടെത്തും. സഭയ്ക്ക് ഭാരത ജനതയുടെ നമസ്കാരം. ഈ അതുല്യമായ സംഘടന സ്ഥാപിതമായതിന് 8 പതിറ്റാണ്ടായി. യുദ്ധം തടയാൻ മാത്രമല്ല, സമാധാനം കെട്ടിപ്പടുക്കാനും UN ചാർട്ടർ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. അവകാശങ്ങൾ സംരക്ഷിക്കാൻ മാത്രമല്ല, ഓരോ മനുഷ്യന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാനും സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഭാരതം ഈ വെല്ലുവിളി നേരിട്ടിട്ടുണ്ട്. ആഗോള ഭീകരതയുടെ പ്രഭവ കേന്ദ്രമായ ഒരു അയൽക്കാരൻ ഉണ്ട്. പതിറ്റാണ്ടുകളായി പ്രധാന അന്താരാഷ്ട്ര ഭീകരാക്രമണങ്ങൾ ആ ഒരു രാജ്യത്തിൽ നിന്നാണ്. ഭീകര കേന്ദ്രങ്ങൾ അവിടെ വ്യവസായം പോലെ പ്രവർത്തിക്കുന്നു. ഭീകരരെ പരസ്യമായി മഹത്വവൽക്കരിക്കുന്നു. ഭീകരതയ്ക്ക് ധനസഹായം ചെയ്യുന്നു. ഇവ തടയണം. ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച ഭീകരവാദികളുടെ പട്ടികയിൽ ആ രാജ്യത്തെ പൗരന്മാരാണ് അധികവും. അതിർത്തി കടന്നുള്ള ക്രൂര ഭീകരതയുടെ ഏറ്റവും പുതിയ ഉദാഹരണം ഈ വർഷം ഏപ്രിലിൽ പഹൽഗാമിൽ നിരപരാധികളായ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയ സംഭവമായിരുന്നു. ഭീകരതയ്ക്കെതിരെ ജനങ്ങളെ സംരക്ഷിക്കുവാനുള്ള അവകാശം ഭാരതം വിനിയോഗിക്കുകയും അതിൻ്റെ ആസൂത്രകരെയും കുറ്റവാളികളെയും നീതിയുടെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും. നമ്മുടെ അവകാശങ്ങൾ സ്ഥാപിക്കുന്നതിനൊപ്പം ഭീഷണികളെയും നാം ശക്തമായി നേരിടണം. ഭീകരവാദത്തെ ചെറുക്കുക എന്നതൊരു പ്രത്യേക മുൻഗണനയാണ്. കാരണം അത് മതഭ്രാന്ത്, ആക്രമണം, അസഹിഷ്ണുത, ഭയം എന്നിവ ഒന്നിച്ചതാണ്. ഇത് വളരെ വ്യക്തമായിട്ടുള്ള സന്ദേശമാണ്. മാത്രമല്ല, ഇത് തിരിച്ചറിയാൻ നമുക്ക് നമ്മുടെ രാജ്യത്ത് നടന്ന ചില സംഭവവികാസങ്ങൾ കൂടി ഉദാഹരണമായിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. നമുക്കറിയാം, പഞ്ചാബിലെ ശരിക്കും ഖാലിസ്ഥാൻ വാദം ശക്തമായ സമയത്ത് അവിടെ ഭീകരവാദിയായി ഉയർന്നു വന്നത് ഭിന്ദ്രൻവാലയെ. ആ ഭിന്ദ്രൻവാലയെ ഒരു ഘട്ടത്തിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. എന്നാൽ അയാൾ ഇന്ദിരാഗാന്ധിക്കെതിരെ തിരിഞ്ഞ സമയത്താണ് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് വേണ്ടി വന്നത്. ഭീകരവാദികളുടെ പൊതു സ്വഭാവം അതാണ്. ആരവരെ സഹായിച്ചാലും സഹായിച്ചവരുടെ തലക്ക് നേരെയായിരിക്കും അവർ തോക്ക് ചൂണ്ടുക. ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ ഭിന്ദ്രൻവാല എന്ന് പറയുന്ന
പൊതുഭീകര സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇത് തന്നെയാണ് പാകിസ്ഥാൻ സംഭവിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ കുറേ കഴിയുമ്പോൾ പാകിസ്ഥാൻ ചുട്ടരിക്കപ്പെടുന്നത് പാകിസ്ഥാൻ വളർത്തിയ വിഷസർപ്പങ്ങളെ കൊണ്ട് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഭീകരവാദികളെ കൊണ്ടായിരിക്കും. ലോകത്തൊരിടത്തും ഒരു ഭീകരവാദിയും ഒരാളും ന്യായീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ചിലപ്പോൾ തെരുവിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പച്ചക്കറി വാങ്ങിക്കാൻ നിൽക്കുന്ന സമയത്തായിരിക്കും അവിടെ പൊട്ടിത്തെറി ഉണ്ടാകുകയും നമ്മൾ ബലൂൺ പോലെ പൊട്ടിത്തെറിച്ചു പോവുകയും. എത്ര നിഷ്കളങ്കനാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങളുടെ ജീവന് ഒരു വിലയും ഒരു തീവ്രവാദിയുടെ മുമ്പിലും ഇല്ല എന്ന് തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ ലോകത്തിൻ്റെ വളർച്ചയ്ക്ക്, വികാസത്തിന്, ഗുണകരമായിട്ടുള്ള പരിണിതിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും അവൻ്റെ മനസ്സിൽ, അവൻ്റെ പ്രവർത്തനത്തിൽ, അവൻ്റെ ചർച്ചയിൽ, അവൻ്റെ എല്ലാവിധമായിട്ടുള്ള സംവിധാനങ്ങളിലും അവൻ എതിർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് ഭീകരവാദിയാണ്. ഭീകരവാദിയെ എതിർക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഒരു രാഷ്ട്രരൂപ പ്രകടിതമായ സ്വഭാവമാണ് ജയശങ്കർ വഴി നമ്മൾ UN കണ്ടതെന്ന് മാത്രം. എവിടെയും നമുക്കത് കേൾക്കാം. നിങ്ങൾ ചായക്കടയിൽ പോയിരുന്ന് ചർച്ച ചെയ്യുന്ന സമയത്തൊക്കെ ഇത്തരം വർത്തമാനങ്ങൾ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. ഭീകരവാദിയെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ലോകത്ത് പല സ്ഥലത്തുമുണ്ടായ ഭീകര പൊട്ടിത്തെറികൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇല്ലായ്മ ചെയ്ത് വളരെ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരെ. അവരൊരു കുറ്റവും ചെയ്യുന്നില്ല. അവരാകെ ചെയ്യുന്ന ചിലപ്പോൾ ചായ കുടിക്കാൻ ചിലയായിരിക്കും. അത് തന്നെയാണ് സംഭവിക്കുന്നത്. എല്ലായിടത്തും ആണ് നടക്കുന്നത് അല്ലേ? പൊതുവെ അതുകൊണ്ട് തന്നെ എതിർക്കപ്പെടേണ്ടതാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന് ശക്തമായിട്ടുള്ള ഒരു ലോകവേദി യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിൽ നമ്മളത് ശക്തമായിട്ട് അവതരിപ്പിച്ചെന്നുള്ള. നമ്മൾ ശക്തമായിട്ട് അവതരിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ അടുത്ത കാലത്താണ് അതിനെ കൂടുതൽ പരിക്കേൽക്കുന്ന തരത്തിലേക്ക് മാറിയാൽ നമ്മൾ അതിൻ്റെ ഇരകളായി മാറി എന്നുള്ളതാണ്. അത് പഹൽഗാമിൽ സംഭവിച്ച ദുരന്തം തന്നെയാണ്. അതൊരിക്കലും ഇന്ത്യക്കാരും മറക്കില്ല, ഇന്ത്യൻ ഭരണകൂടവും മറക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ UN നമുക്കത് ശക്തമായിട്ട് അവതരിപ്പിക്കേണ്ടി വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഭാരതം മറ്റ് രാജ്യങ്ങൾക്ക് നൽകുന്ന ഒരു താക്കീതാണ്. ഇന്ന് ഞങ്ങളെ കൊത്തിയാൽ നാളെ നിങ്ങളെയും കൊത്തും, അതിൽ സംശയമൊന്നും വേണ്ട. കാരണം ഭീകരതയെ വളർത്തുന്ന ഒരു രാജ്യമാണ്, വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഈ തുർക്കി, ചൈന അടക്കമുള്ള ചില രാജ്യങ്ങൾ ഇപ്പോഴും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചൈനയുമായി അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് തുർക്കിക്കും ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഒക്കെയുള്ള ഒരു മുന്നറിയിപ്പായിട്ട് ഇതിനെ കാണണ്ടേ? അതെ, എല്ലാ രാഷ്ട്രങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. കാരണം ഭീകരവാദികളുടെ സ്വഭാവം ഇതാണ്. അവർക്ക് ആര് സഹായം ചെയ്യുന്നു, ഇടം കൊടുക്കുന്നു, അവൻ്റെ തലക്ക് നേരെയായിരിക്കും അവൻ ബോംബെറിയുന്നത്. അല്ലെങ്കിൽ അവൻ്റെ തല തെറിപ്പിക്കുന്ന തരത്തിൽ അവൻ്റെ കയ്യിലിരിക്കുന്നതായിട്ടുള്ള തോക്ക് അവൻ പൊട്ടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് സ്വപ്നത്തിൽ പോലും ഇവനൊരു സഹായം ലഭ്യമാകരുത് എന്നത് വളരെ വസ്തുനിഷ്ഠമായിട്ട് അവിടെ അവതരിപ്പിക്കപ്പെട്ടു എന്ന് മാത്രമല്ല. ഇതാണ് പൊതുവെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടാകേണ്ടത്. കാരണം നമ്മളുടെ ഈ സമുദ്ര തീരങ്ങളിൽ അവിടെയൊക്കെ പലപ്പോഴും കടൽ കൊള്ളക്കാരുടെ രൂപത്തിൽ വരുന്നതായിട്ടുള്ള തീവ്രവാദികൾ കപ്പലാക്രമിക്കുന്നു, കപ്പലിലെ ജീവനക്കാരെ കൂട്ടമായിട്ട് പിടിച്ചുകൊണ്ട് പോകാനൊക്കെ ശ്രമിക്കുന്നു. ഈ സമയങ്ങളിലൊക്കെ നമ്മളുടെ സമുദ്രയാനങ്ങളിൽ ഉള്ള നമ്മുടെ പട്ടാളക്കാരാണ് അവരെയൊക്കെ എന്ത് ചെയ്യുന്നത്, സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളുടെ ഒരു സന്ദേശമാണ്. ഞങ്ങളെങ്കിലും എല്ലാ ഇടങ്ങളിലും എന്ത് ചെയ്യുന്നു, ഈ തീവ്രവാദികൾക്കെതിരായിട്ടുള്ള പോരാട്ടം തുടരുന്നു. അതാണ് ഇന്ത്യയുടെ ശബ്ദം, ഇന്ത്യയുടെ മുദ്രാവാക്യം.